നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് 6th ഹൗസ് ലോഡ് പല സ്ഥലങ്ങളിൽ നിന്നാൽ, പല ഭാവങ്ങളിൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളതാണ്. അതായത് 6ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കർമ്മപരമായിട്ടുള്ള സൂചനയും മാനസിക സ്വാധീനങ്ങളെയും കുറിച്ച് നമുക്ക് വളരെ ലളിതമായിട്ട് അതിലൊരു ബേസിക്കായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാം ഭാവത്തിൽ 6ാം ഭാവാധിപൻ നിന്നാലുള്ള ഫലം, നമുക്കതിൻ്റെ കർമ്മപരമായിട്ടുള്ള സൂചന എന്താണെന്ന് ചോദിച്ചാൽ 6th ഹൗസ്, 8th ഹൗസ്, 12th ഹൗസ് ഇതിൻ്റെ ലോഡെന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് ഡെപ്റ്റിനെ സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചോണം. 6, 8, 12 എന്ന് പറഞ്ഞാൽ ദുഃഖഭാവങ്ങളാണ്, മോശഭാവങ്ങളാണ്. ദുഃഖം തരാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത പല, നമുക്ക് കടം ഇഷ്ടമല്ല, രോഗം ഇഷ്ടമല്ല, ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ തടസ്സങ്ങൾ നമുക്ക് ഇഷ്ടമല്ല. ഇതൊക്കെയാണ് 6ാം ഭാവത്തിൻ്റെ. അപ്പോൾ ഈ ദുഃഖഭാവങ്ങളെ, അതിന് തക്കതായിട്ടുള്ള കർമ്മങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം 1ാം ഭാവത്തിൽ 6ാം ഭാവാധിപൻ നിന്നാൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഒരു പോരാട്ടമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾ ഉണ്ടാവുന്നത് എവിടെയാണ്? യുദ്ധക്കളത്തിലാണ്, അല്ലേ? യുദ്ധത്തിലാണ് ശത്രുക്കൾ ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു അടിമത്വം വരുമ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത്. തന്നെ മേലധികാരികൾ ചവിട്ടിക്കൊടുക്കും. അപ്പം ശനിയും കുജനും തന്നെയാണ് 6ൻ്റെ കാരകന്മാരായിട്ട് വരുന്നത്. അപ്പം യോദ്ധാവിനാണ് ശത്രുക്കൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അടിമയ്ക്കാണ് ശത്രുത വരുന്നത്. അപ്പോൾ ഈ രണ്ടും, ശനിയും കുജൻ്റെയും ഒരു ഇൻഫ്ലുവൻസാണ്. അപ്പോൾ ആ 6ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ വ്യക്തി തൻ്റെ ജീവിതം തന്നെ ഒരു പോരാട്ടമായിട്ട് മാറുകയും രോഗങ്ങൾ, ശത്രുക്കൾ, കടങ്ങൾ എന്നിവ കൂടാൻ സാധ്യതയും, പൂർവജന്മത്തിലെ കടബാധ്യതകൾ ഈ ജന്മത്തിൽ വ്യക്തിപരമായി തന്നെ തീർക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. ഇത് കാരണം പാസ്റ്റ് ലൈഫിലെ ഡെപ്റ്റ്, അത് കടം താനായി തന്നെ തീർക്കണ്ട, താനായി തന്നെ ദേഹസ്യ സൗഷ്ഠവും സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം എന്നില്ല. അപ്പോൾ യശസ്സിനും സുഖത്തിനും ജയത്തിനും എല്ലാം വേണ്ടിയിട്ട് 6ാം ഭാവത്തിൻ്റെ കാരകത്വത്തിലെ വിഷയങ്ങളുടെ ആയി കിടക്കുന്ന കെട്ടുകളെ ഈ ജന്മം അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സേവന മനോഭാവങ്ങൾ വരുന്ന ജോലികൾ നന്നായിട്ട് വർക്ക് ചെയ്യും. അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ, ധാർമ്മികമായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ആ കെട്ടുകൾ അവസാനിക്കും. പ്രത്യേകിച്ച് ഡോക്ടർമാർ, സാമൂഹ്യ പ്രവർത്തകർ, വക്കീലന്മാർ, ഇവരൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്ന ജോലികൾ ഒക്കെ ചെയ്താൽ, മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദുഷ്കർമ്മങ്ങളെ, ഈ തടസ്സങ്ങളെ, കടം, ശത്രു, രോഗം ഇത്യാദി വിഷയങ്ങളെ ആകുന്ന കർമ്മഫലത്തെ ഇവർക്ക് തരണം ചെയ്യാനും അല്ലെങ്കിൽ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. മാനസികമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത് ഇവർക്ക് ശക്തമായ പോരാട്ട വീര്യവും അതുപോലെ തന്നെ മത്സരബുദ്ധിയും ഉണ്ടാവും എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടാണെങ്കിൽ ഇത് നല്ലതാട്ടോ. നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിലെ പോരാട്ട വീര്യം മോശമായിട്ടാണെങ്കിൽ, അതൊരു മത്സരബുദ്ധി മോശമായിട്ടാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തണം, അല്ലെങ്കിൽ ശ്രദ്ധ പുലർത്താനുള്ളൊരു ചിന്ത ഉണ്ടാവണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ശ്രദ്ധയില്ലായ്മ രോഗം, കടം, ശത്രുക്കളെയൊക്കെ വരുത്തി വെക്കും. രോഗം തന്നെ ഒരു ശത്രുവാണ്, അല്ലേ? രോഗം തന്നെ ഒരു ശത്രുവാണ്. അപ്പം കടം ഒരു ശത്രുവാണ്. ആ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും ചിലവിലുമൊക്കെ ആ ഒരു ശ്രദ്ധ പുലർത്തിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രതിസന്ധികളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സൂക്ഷിക്കാം. ലഗ്നത്തിൽ 6ാം ഭാവാധിപൻ നിൽക്കുന്നവർ ജീവിതത്തിൽ എപ്പോഴും വെല്ലുവിളികൾ ഉണ്ടാവും എന്നുള്ളത് അങ്ങ് ഉറപ്പിക്കുക. എന്നിട്ട് ആ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായിട്ടങ്ങിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യമൊക്കെ വരും. എന്നിരുന്നാൽ പോലും
പിന്നീട് അത് ശീലമായിക്കോളും എന്ന് നമ്മൾ തമാശയ്ക്ക് പറയുന്ന പോലെ പ്രതിസന്ധികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും മെച്യൂരിറ്റി വരും. സ്വാഭാവികമായിട്ടും പ്രതിസന്ധികളെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതും ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ ജീവിതമാകുന്ന യുദ്ധക്കളത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആയുധങ്ങളാക്കി മാറ്റാനുള്ള കഴിവ് സ്വാഭാവികമായിട്ടും വരും. മനസ്സിലായോ? അതൊരു നല്ല കാര്യമല്ലേ? നമ്മൾ പഠിക്കുക എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങളിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് 6th ഹൗസ് ലോർഡ് ഫസ്റ്റിൽ നിന്നാലുള്ള ഫലം. ഇനി 2ാം ഭാവത്തിൽ 6ാം ഭാവാധിപൻ 2ൽ നിന്നാലുള്ള ഫലം നോക്കാം. 2ാം ഭാവം കുടുംബം, വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളല്ലേ. അപ്പം കുടുംബത്തിനുള്ളിൽ തർക്കങ്ങൾ, 2ാം ഭാവം ധനം. അപ്പം ധനം വഴിയുള്ള ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, അല്ലെങ്കിൽ സംസാരം വഴിയുള്ള ശത്രുക്കളെ ഉണ്ടാക്കൽ, വിദ്യാഭ്യാസം, താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ പഠിക്കേണ്ടി വരിക, അല്ലെങ്കിൽ വിദ്യാഭ്യാസം വഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരിക. അതുപോലെ തന്നെ പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് വഴി ശത്രുക്കൾ ഉണ്ടാവുക, കൊടുത്ത പൈസ തിരിച്ച് കൃത്യസമയത്ത് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ കൊടുത്ത പൈസ തിരിച്ചും കൊടുക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ വരാം. പിന്നെ അതുപോലെ തന്നെ സേവന മേഖലയിലുള്ള ജോലികളുണ്ട്, ധനപരമായിട്ടുള്ള മേഖലകൾ, പ്രത്യേകിച്ച് ബാങ്ക് അങ്ങനെയൊക്കെയുള്ള തുടങ്ങി നീചനാണെങ്കിൽ ബ്ലേഡിന് കൊടുപ്പ് വരെ അങ്ങനെയുള്ള ധനസമ്പാദന രീതികൾ, ഇതൊക്കെ ആണ്. ഇവർ 6ാം ഭാവാധിപൻ 2ൽ നിൽക്കുമ്പം കടം എന്തെങ്കിലുമൊക്കെ കടം ഇവർക്കുണ്ടാവും. അപ്പം കടം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്റ്റാമറിങ്, നാവിന് അസുഖങ്ങൾ, വിക്ക്, വായിക്കകത്തുണ്ടാവുന്ന അസുഖങ്ങൾ, ഇതൊക്കെ വരാൻ, തൊണ്ടയ്ക്കുണ്ടാവുന്ന അസുഖങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ, പ്രത്യേകിച്ച് കടം, വിദ്യാഭ്യാസം ഇത്യാദി വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതും ആണ്. മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം, എപ്പോഴും ഒരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസസ് ഇവർക്ക് 2nd ഹൗസിൽ 6th ഹൗസിലോട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു ഉത്കണ്ഠയുണ്ടാകും. ഉത്കണ്ഠകൾ ഇവർക്കുണ്ടായും, ആകുലതകളുണ്ടാവും. കുടുംബാന്തരീക്ഷം പലപ്പോഴും സംഘർഷമായിരിക്കും എന്നുള്ളതാണ്. 6th ഹൗസിൻ്റെ കാരകൻ കുജനും വ്യാഴവുമാണ്. 2nd ഹൗസിൻ്റെ കാരകൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. അപ്പം ഗുരുവിൻ്റെ കാരകത്വത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് 2ൽ വരേണ്ടത്. എന്നാൽ അവിടെ പോയി നിൽക്കുന്നത് 6ാം ഭാവത്തിന് കാരകങ്ങളാവുമ്പം, അല്ലെങ്കിൽ കുജൻ്റെയും ശനിയുടെയും കാരകമാകുമ്പോൾ അവിടെ ഒരു ചേർച്ചക്കുറവുണ്ടാവും. അപ്പം കുടുംബാന്തരീക്ഷം പലപ്പോഴും സംഘർഷഭരിതമായിരിക്കും എന്നുള്ളതാണ്. 2ലെ കുജനും 2ലെ ശനി എന്നൊക്കെ പറയുന്നത് രൂക്ഷമായിട്ട് സംസാരിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കുന്ന. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ കാരകത്വ വിഷയം വരുന്ന ഭാവാധിപൻ അവിടെ പോയി നിൽക്കുമ്പം ഒരു സംഘർഷഭരിതമാകുന്ന കുടുംബാന്തരീക്ഷവും വാക്കേറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സംഭാഷണം കർക്കശമാകുന്നത് വഴി, വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നത് വഴി ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഭാവത്തിൽ, 2ാം ഭാവത്തിൽ 6ാം ഭാവാധിപൻ നിന്നാൽ. ഇനി നമുക്ക് 3ാം ഭാവത്തിൽ 6ാം ഭാവാധിപൻ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. നമുക്ക് ഓടിച്ച് അങ്ങ് പോവാം. കാരണം ഇത് പറഞ്ഞു തുടങ്ങിയാൽ വളരെ വിശദമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഇതിനുള്ള പരിഹാരങ്ങളെല്ലാം ഏതൊക്കെ ഗ്രഹങ്ങളാണെന്ന് നോക്കി, ഏതൊക്കെയാണ് കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കി, ഗോചരം എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് സുഹൃതങ്ങൾ അനുഷ്ഠിക്കുക, സുഹൃതകാര്യങ്ങൾ ചെയ്യുക, ജീവിതം ചിട്ടപ്പെടുത്തുക, സാധന ചെയ്യുക, അവനവൻ്റെ കാര്യങ്ങൾ, ഈ ജന്മത്തിലെ നിയോഗങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും ചെയ്ത് മുന്നോട്ട് പോകാം. ഇത്രയേ ഉള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതങ്ങ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അടുത്തത് 3ാം ഭാവത്തിൽ 6ാം ഭാവാധിപൻ നിന്നാൽ എന്താണ് ഫലം നോക്കാം. സഹോദരങ്ങളുമായോ അയൽക്കാരുമായോ തർക്കങ്ങളും ശത്രുതയും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. സഹോദരങ്ങളുമായിട്ട് സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാവാനും തൽനിമിത്തം ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ധൈര്യവും പ്രയത്നവും
തർക്കങ്ങളിലും ജീവിതത്തിലെ പല മേഖലകളിലെ മത്സരങ്ങളിലും ശക്തമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ധൈര്യവും പ്രയത്നവും ഉപയോഗിച്ചുകൊണ്ട് വേണം തർക്കങ്ങളിലൂടെയും ശക്തമായ മത്സരങ്ങളിലൂടെ വേണം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ എന്നുള്ളതും കൂടി 6th ഹൗസ് ലോർഡ് തേർഡ് ഹൗസിൽ പ്ലേസ്മെൻറ്റ് വന്നാൽ അത് പറയേണ്ടി വരും എന്നുള്ളതാണ്. ആശയവിനിമയ രംഗത്ത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, എഴുത്ത് എന്നീ മേഖലകളിലൊക്കെ വിജയിക്കാം. പ്രത്യേകിച്ച് 6th ഹൗസ് ലോർഡ് തേർഡിൽ നിൽക്കുമ്പം ഈ പ്രൊപ്പഗൻഡ മാധ്യമങ്ങൾ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ താളത്തിനനുസരിച്ച് കാശിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി എന്തും എഴുതി മറിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കടുത്ത റേറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കടുത്ത മത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയും അതിനുവേണ്ടി മത്സരബുദ്ധിയോടുകൂടി പെരുമാറുകയും കണ്ണിച്ചോരയില്ലാത്ത അവസ്ഥ. ഈ 6th ഹൗസ് ലോർഡ് തേർഡിൽ നിൽക്കുമ്പം ഈ 3-ാം ഭാവത്തിൻ്റെ കാരകനും കുജനാണ്, 6th ഹൗസിൻ്റെയും ഒരു കാരകൻ കുജനാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഈ 6th ഹൗസിൻ്റെ പല കാര്യങ്ങളും ഈ തേർഡ് ഹൗസിൽ സെറ്റാവും. 6, 7, 8, 9, 10, 11, 12, 1, 2, 3 6ൻ്റെ കർമ്മഭാവമാണ്. 6-ാം ഇപ്പോൾ ഡിസിപ്ലിൻ, ഡെയിലി ലൈഫ് ഇങ്ങനെയൊക്കെയാണല്ലോ 6th ഹൗസ്, അങ്ങനെയും വരും. അതിൻ്റെ 10-ാം ഭാവമാണ് 6, 7, 8, 9, 10, 11, 12, 1, 2, 3 ഭാവാൽഭാവ ചിന്തയിൽ 3 അങ്ങനെ വരുമ്പം 6ഉം 3ഉം കൂടെ പരസ്പരം പല കാര്യങ്ങളിലും ചേർന്ന് കിടക്കും. കാരണം അതിൻ്റെ 2 ഭാവത്തിൻ്റെയും കാരകൻ ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ ചൊവ്വയുടെ കാരകത്തിലുള്ള പല വിഷയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ 6th ഹൗസ് ലോർഡ് തേർഡിൽ നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ധൈര്യം, വീര്യം, ദുർബുദ്ധി, ലോജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആശയവിനിമയ രംഗത്ത്, പരസ്യ ചിത്രങ്ങൾക്ക് ഇതെല്ലാം ലോജിക്കലാണ്. വളരെ കുറച്ച് കാലം മാത്രം നിൽക്കുന്ന കാര്യങ്ങളാണ്. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷൻസ് ഒന്നും അതിനകത്തൊന്നുമില്ല. മാധ്യമങ്ങൾക്കൊന്നുമില്ല. മാധ്യമധർമ്മം, മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ കേൾക്കില്ലേ, വെറുതെയാണ്. നിങ്ങളത് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യുക. സർവ്വമാധ്യമങ്ങളുടെയും ഇതെടുത്ത് വെച്ച് നിങ്ങൾ ശരിക്കും ഒന്ന് പഠിച്ചു നോക്കി. ഇവരുടെ എല്ലാം അവരുടെ പിന്നിലുള്ള അജണ്ട എന്താണെന്ന് മനസ്സിലാവും. അതിപ്പോൾ ഓരോ ചാനലുകാർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. പള്ളിയും പട്ടക്കാരും നടത്തുന്ന ചാനലുകളാണെങ്കിൽ അത് രീതിയിൽ, അമ്പലവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹിന്ദു സംഘടനകൾ നടത്തുന്ന ചാനലുകളാണ് അങ്ങനെ, മുസ്ലിം സംഘടനകളുടെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടുള്ള ചാനലുകളാണ് അങ്ങനെ, കമ്മ്യൂണിസ്റ്റ് സംഘടനകളുടെ ബേസ് നോക്കിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, കോൺഗ്രസ് ബേസിങ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, BJP ബേസ്ഡ് ആയിട്ടുള്ളതാണ് അങ്ങനെ. നാളെ കാലക്രമേണ 10-20 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം മാറി വേറെ വേറെ എന്തെങ്കിലുമൊക്കെ രീതികളോ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ ആശയങ്ങൾ വരുവാണെങ്കിൽ ആ ആശയങ്ങൾക്കനുസരിച്ചുള്ള ഓരോ ആശയവിനിമയ ഇത് വരുന്ന സമയത്ത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഓരോ ചാനലുകളും അവരവരുടേതായ അതിനകത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള അനലൈസിങ് കപ്പാസിറ്റിയും ഉണ്ടാവും എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും വേണ്ട കേട്ടോ. ഇപ്പം ഞാനാണെങ്കിൽ പോലും ആരാണെങ്കിൽ പോലും എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ആശയമുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അസ്ട്രോളജി സാധാരണക്കാരിലേക്ക് എത്തുക, എല്ലാവർക്കും ഇത് മനസ്സിലാകാൻ, എല്ലാവർക്കും പഠിക്കാൻ പറ്റുക, എല്ലാവരും ഇതിൻ്റെ ആശയങ്ങളെ ജീവിതത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ഇത് തന്നെയാണ് എൻ്റെയും. അപ്പോൾ അതുപോലെ എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും ഒരു കാര്യം കാണും ഒരു വിഷയം ചെയ്യുന്നതിൽ. അതിൻ്റെ പിന്നിൽ ഒരാശയമുണ്ടാവും. ആ ആശയം മാത്രമേ, ആ ഒരു അജണ്ട ഉണ്ടെങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു വ്യക്തമായ കാഴ്ചപ്പാടില്ലെങ്കിൽ എങ്ങനെയാണത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? എല്ലാവർക്കും ഒരാശയമുണ്ടാവും. ചിലപ്പോൾ നല്ലതാവാം, ചീത്തയാവാം, അത് റിലേറ്റീവാണ്, പക്ഷേ ഉണ്ട്. പക്ഷേ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു വിഷയം കിട്ടിയാൽ അത് അനലൈസ് ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് 3-ാം ഭാവത്തിൽ 6-ാം ഭാവാധിപൻ നിൽക്കുന്നവർക്ക് കുറച്ച് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കടുത്തത് 4-ാം ഭാവത്തിൽ 6-ാം ഭാവാധിപൻ നിന്നാൽ എന്നുള്ള ഫലം നോക്കാം. 4-ാം ഭാവത്തിൽ 6-ാം ഭാവാധിപൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ഗാർഹിക സുഖത്തിന്, കുടുംബപരമായിട്ടുള്ള സുഖത്തിനും സന്തോഷത്തിനും ഇത് വേദനയാണ്. വാസ്തവത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളെ ഏറ്റെടുക്കേണ്ടി വരിക,
ഒരുപാട് ദുഃഖങ്ങൾ ഏറ്റെടുക്കേണ്ടി വരിക, വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ട് ഉണ്ടാവാതെ വരിക, അമ്മയിൽ നിന്നും അകന്ന് മാറി നിൽക്കേണ്ടി വരിക, അമ്മ ശത്രുവാവുക, അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അമ്മ നിമിത്തം ദുഃഖങ്ങളുണ്ടാവുക, സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാവുക, വീടുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, പൂർവജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാർമിക് ഡെപ്റ്റുകൾ കാരണം ഈ ജന്മത്തിൽ മാനസിക സമാധാനത്തിനുള്ള തടസ്സങ്ങളുണ്ടാവുക. ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് ആറാം ഭാവാധിപൻ, ആറാം ഭാവത്തിൻ്റെ കാരകനായ കുജൻ ഒക്കെ നാലിൽ നിൽക്കുന്നത് വീടൊരു യുദ്ധക്കളമായി തീരും എന്നുള്ളതാണ്. വീടൊരു യുദ്ധക്കളമായിട്ടോ, വീട് വെച്ച് ലോൺ എടുക്കേണ്ടി വരിക, വീട് പണയപ്പെടുത്തേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരാം. അമ്മയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് 6-ൽ കുജൻ നിൽക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പുരുഷ ജാതകത്തിൽ 4-ൽ ചന്ദ്രൻ നിൽക്കുന്ന സ്ത്രീകളോടൊരു പ്രത്യേക താല്പര്യമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു മാതൃത്വം കിട്ടാത്തത് കൊണ്ട്, ഈ സമാധാനത്തിന് ഒരുപാട് തടസ്സങ്ങളുള്ളത് കൊണ്ട്, സുഖത്തിന് ഒരുപാട് തടസ്സങ്ങളുള്ളത് കൊണ്ട് തന്നെ 4-ൽ ചന്ദ്രനുള്ള സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒരു ഇമോഷണൽ ഒരിത് വരും. അവരോടൊരു താല്പര്യവും അടുപ്പവും വന്നിട്ട് പിന്നീട് കടുത്ത വേദനാജനകമായിട്ടുള്ള, 4-ൽ ചന്ദ്രന് അത്ര സ്റ്റെബിലിറ്റി ഉള്ളതല്ല, അപ്പോൾ കടുത്ത വേദനാജനകമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് പിന്നീട് പ്രണയത്തിനൊക്കെ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിരീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. 4th ഹൗസിൽ സ്ത്രീജാതകത്തിൽ ചന്ദ്രനുള്ളവർക്ക് 4-ൽ കുജനുള്ള പുരുഷന്മാരോടും, തിരിച്ച് 4-ൽ കുജനുള്ളവർക്ക് 4-ൽ ചന്ദ്രനുള്ള സ്ത്രീകളോടുമൊക്കെ ഒരു അടുപ്പം വരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് പൊതുവേ 4-ൽ 6-ാം ഭാവാധിപൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല. 4-ാം ഭാവം പറയുന്ന ഭാഗങ്ങളിൽ രോഗം ഒക്കെ വരാനുള്ള സാധ്യതയും കൂടി ആണ് എന്നുള്ളതും കൂടി ഓർത്ത് വെച്ചുകൊള്ളുക. ഇതിൻ്റെ ഒരു മാനസിക, ഒരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് 6th ഹൗസിലോട് 4 നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത്, മാനസിക സമാധാനക്കുറവ് ജീവിതത്തിലുടനീളം അനുഭവിക്കാം. കുടുംബാന്തരീക്ഷം മിക്കപ്പോഴും സംഘർഷഭരിതമോ സുഖക്കുറവ് നൽകുന്നതോ അല്ലെങ്കിൽ രോഗഗ്രസ്തമോ ആയിരിക്കും എന്നുള്ളതാണ്. ഭൂമി, വീട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എന്നും അസ്വസ്ഥതകൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള, അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുമാണ് 6th ഹൗസ് ലോർഡ് 4th പ്ലേസ് ചെയ്യുന്നത്. ഹൃദയത്തിൻ്റെ സർജറി, അല്ലെങ്കിൽ ഇതിനകത്ത് ഹൃദയ സംബന്ധം എന്ന് പറയുമ്പം സുഖം പൊളിയുമ്പം 3 ബാഹ്യമായ മനസ്സ്, 4 ആന്തരികമായിട്ടുള്ള സുഖം, കംഫോർട്ട് വരുന്ന മനസ്സ്, 5 സബ് കോൺഷ്യസ് മൈൻഡ്, ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതൊക്കെ 5 പ്രജ്ഞാമേധ വിവേകശക്തിയൊക്കെ അല്ലേ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ജ്ഞാനമാണ്. നമ്മൾ സംഗീതമൊക്കെ പഠിക്കാൻ വിടുമ്പോൾ ജ്ഞാനസ്ഥയാണോ എന്ന് നോക്കും. അത് 5th ഹൗസാണ്. 4th ഹൗസ് എന്ന് പറഞ്ഞാൽ കംഫോർട്ടാണ്. കംഫോർട്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ബ്രേക്കാവും, അസ്വസ്ഥതകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ചൊല്ലിയുള്ള ആകുലതകൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള ബ്രേക്കിംഗ്, ഹൃദയം പൊളിയുന്ന സിറ്റുവേഷൻസ്, ഹൃദയം നുറുങ്ങുന്ന വേദനകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ, അതും ഹൃദയാഘാതം എന്നും പറയാമല്ലോ. അതിൽ ആഘാതം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ അത് രോഗമായിട്ട് പറയാം. പക്ഷെ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ദുഃഖങ്ങളും നമുക്ക് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് 6th ഹൗസ് ലോർഡ് 4th ഹൗസിൽ നിന്നാലുള്ള ഫലം. നമുക്കിനി 6-ാം ഭാവാധിപൻ 5-ൽ നിന്നാലുള്ള ഫലം നോക്കാം. 5-ാം ഭാവത്തിൽ 6-ാം ഭാവാധിപൻ നിന്നില്ല. 5 കൊണ്ട് സന്താനങ്ങളെയൊക്കെ അല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പം മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ എന്നിവ നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ, പ്രണയബന്ധങ്ങൾ നിമിത്തം. 5-ാം ഭാവാധിപൻ 6-ലോ 6-ാം ഭാവാധിപൻ 5-ലോ നിന്നാൽ പ്രണയബന്ധങ്ങൾ പരാജയപ്പെടുകയും പ്രണയിച്ചവരെ ഒരു കാലത്ത് ഹൃദയത്തിൽ ഈശ്വരന് തുല്യം അല്ല ദൈവത്തിന് തുല്യം കൊണ്ട് നടന്ന, തന്നെക്കാട്ടിലും കൂടുതൽ ഒരിക്കൽ മനസ്സിൽ സ്നേഹിച്ചവരെ
ശത്രുതയിലേക്കോ ശത്രുക്കളായിട്ട് കാണേണ്ടി വരിക, പ്രണയിച്ചിരുന്നവർ ശത്രുക്കളായി തീരുകയും കടുത്ത തർക്കങ്ങളിലേക്ക് പോയി അത് ബ്രേക്കപ്പായി പോവുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടത്തിലൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നതും കണ്ടിട്ടുണ്ട്. ഈ 5th ഹൗസ് ലോഡ് 6th ഹൗസ് ലോഡ് 5th വരുന്നത് സന്താനങ്ങളിൽ നിന്നോ പ്രണയത്തിൽ നിന്നോ ദുഃഖമുണ്ടാവാനുള്ള കാരണമാണ്. അപ്പം ഈ 2 മേഖലകളിലും നിങ്ങൾ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. 5th ഹൗസ് ലോഡ് 6th 6th ഹൗസ് ലോഡ് 5th. കാരണം 6ൻ്റെ 12 5. അതുപോലെ 5ാം ഭാവാധിപൻ 6ൽ പോകുമ്പം 5ന് കുറച്ച് നല്ലതാണ്, പക്ഷേ 6ലേക്ക് അത് പോകുമ്പം സന്താനപരമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, പ്രണയത്തിലും ഉണ്ടാവും. പിന്നെ 6ലേക്ക് ഈ 5ാം ഭാവാധിപൻ 6ൽ ശുക്രനൊക്കെ ആണെങ്കിൽ, ശുക്രനുമായിട്ടൊക്കെയാണ് 6ാം ഭാവാധിപൻ യോഗം ചെയ്യുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖങ്ങളുണ്ടാവും. പ്രണയിച്ചൊക്കെ ഒരു കാലത്ത് വിശ്വസിക്കപ്പെട്ടവരിൽ നിന്നും ചതിക്കപ്പെടേണ്ട അവസ്ഥ. തലേദിവസം രാത്രി വരെ സംസാരിച്ചിരുന്ന ആൾ പിറ്റേ ദിവസം രാവിലെ അവർക്ക് വേറൊരു മുഖമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടി വരുമ്പം ഉണ്ടാവുന്ന ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയിലൂടെ കടന്നു പോകും. ഒരിക്കലും എൻ്റെ ഒരു കൺസൾട്ടേഷനിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും കൺസൾട്ടേഷനിൽ തോന്നി, പലരും പറഞ്ഞതും ഈ റിലേഷൻഷിപ്പിലുണ്ടാവുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് കിട്ടുന്ന പണിയാണ്. പ്രത്യേകിച്ച് എമ്പതി ഉള്ളവർക്ക്, എമ്പത്തായിരിക്കുന്നവർക്ക് കിട്ടുന്ന നാർസിസ്റ്റിക് അബ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം, ചതി ആണ്. ഈ പലപ്പോഴും ആത്മഹത്യക്കൊക്കെ ആൾക്കാർ ശ്രമിക്കുന്ന അങ്ങനെയാണ്. ഈ പലപ്പോഴും രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദേശീയ വ്യവഹാരം നടക്കുമ്പോൾ ഇത് കൂടുതൽ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചതിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തലേദിവസം രാത്രി വരെ തന്നോടൊപ്പം സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത ആൾ തൊട്ടടുത്ത ദിവസം താൻ ചതിക്കപ്പെടുകയാണെന്ന് ഒരാൾ ബോധ്യപ്പെടുമ്പം ഒരു വ്യക്തിയെ തങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വീഴ്ച വന്നപ്പോൾ സപ്പോർട്ട് നന്നായി വാങ്ങിച്ചിട്ട് അവരുടെ കൂടെ നിന്ന് അവരെ നന്നായി ഉപയോഗിച്ചിട്ട് സ്വസ്ഥമായി കഴിയുമ്പം പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയും, എന്നാൽ അത് അവരോട് പറഞ്ഞ് എനിക്ക് നിങ്ങളെ മടുത്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ ഒഴിവാക്കാം. പക്ഷെ ഒഴിവാക്കാതെ അതും ഒരു സൈഡ് ട്രാക്ക് ആക്കിക്കൊണ്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കുമ്പം അവരെങ്ങാണം അറിഞ്ഞു പോയാൽ എനിക്ക് മതിയായി, മടുത്തു, നിങ്ങളെ മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. അത് ഒഴിവാക്കാം. അതാണ് അതിൻ്റെ അന്തസ്. അങ്ങനെ ഒഴിവാക്കാതെ ഒരു സൈഡിൽ വെച്ചുകൊണ്ട് വീണ്ടും അവരുടെ തെറ്റാണ് ഇതെല്ലാം, ഞാൻ ശരിയാണെന്ന് വരുത്തി തീർത്ത് അവർ പകൽ വെളിച്ചം പോലെ അവർക്കെല്ലാം തിരിച്ചറിഞ്ഞിട്ടും ശക്തമായിട്ട് വീണ്ടും വീണ്ടും അബ്യൂസ് ചെയ്യാൻ, സ്വന്തം ഈഗോ നിലനിർത്താൻ വേണ്ടി ആ ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തി, തന്നെ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്ത വ്യക്തി, തന്നെ ജീവിതതുല്യം സ്നേഹിച്ചൊരു വ്യക്തിയെ ഇഞ്ചിറ്റായിട്ട് കൊല്ലാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ്, അത് ഭയങ്കര, ഒരുപാട് ക്രൂരതയുള്ളവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. തീർത്തും അസുരജന്മങ്ങൾക്ക് മാത്രമേ, പൈശാചിക ജന്മങ്ങൾക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. സുഹൃത്തുക്കളെ, അത് എനിക്ക് ഇത് പറയാനുള്ളൊരു കാര്യം, അങ്ങനെയുള്ളവരാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നന്നായെന്ന് വിചാരിക്കും. നിങ്ങളുടെ കുറേ കർമ്മം അതോടുകൂടി തീർന്നു. നിങ്ങൾക്ക് കുറച്ചു കാലം നിങ്ങൾ സ്വയം ചതിക്കപ്പെട്ടതിൻ്റെ ഒന്ന് വീണ് പോയതിൻ്റെ ഒരു വിഷയം ഉറപ്പായിട്ടും ഉണ്ടാവും. അത് കുറച്ച് കാലം എടുക്കും. ആ വൂണ്ടൊന്ന് ഹീലായി നിങ്ങളൊന്ന് സെറ്റായി വരാൻ സമയമെടുക്കും. നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും. കാരണം പുവർ ക്വാളിറ്റിയുള്ള ഒരു സോളിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പം ഞാനാണെങ്കിൽ, ഇപ്പം എന്നെ ഒരാൾ സ്നേഹിക്കില്ല, ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ട് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ട് അവരത് പിടിച്ചു എന്നിരിക്കട്ടെ, പിടിച്ചപ്പോൾ അത് മാപ്പ് പറയാതെ അതിനു വേണ്ടി സോറി പറഞ്ഞ് അതിൽ നിന്ന് ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുന്നതിന് പകരം ഞാൻ ശരിയാണെന്ന് പറഞ്ഞ് അവരുടെ ജീവനും ശരീരത്തിനും ജീവിതത്തിനും ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാത്തവർ പൂർണ്ണമായിട്ടും മഹിഷാസുര തുല്യ ജന്മമാണ് അവർ. ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ളത് മാത്രമാണ്. അത്രയും സെൽഫിഷായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരുപാട് ദുസ്സംഗമാണ് അത്. അങ്ങനെയുള്ളവരുമായിട്ടുള്ള ജീവിതം, ബന്ധം
അത്യാവശ്യം സോൾ ക്വാളിറ്റി ഉള്ളവർക്ക് ജീവിതത്തിൽ പരാജയത്തിനുള്ള വഴിയായിരിക്കും അത്. നിങ്ങൾ തോറ്റ് തുന്നം പാടും. ഒരു കാര്യമായിട്ട് അവർ അങ്ങനെയുള്ളവരുടെ അബ്യൂസുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ നന്ദി പറയാം. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ജീവിതത്തിൽ ചുറ്റുപാടുമുള്ള പലരുടെയും ഒരുപാട് ക്വാളിറ്റികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി കാണാൻ പറ്റും. കാരണം ഇത്രയും തറയാവാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വാളിറ്റി കാണാൻ പറ്റും. ഇത്രയും താഴേക്ക് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പലരും വേദനിച്ച് വെപ്രാളം കൊണ്ട് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ സ്വയം ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുന്ന, വർഷങ്ങളായിട്ടും അതിൽ നിന്ന് കരകയറാത്ത പലരെയും എനിക്കറിയാം. പലരും അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എടുത്ത് വന്നിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് വന്നു കഴിഞ്ഞു പോയി, നന്നായി എന്ന് വിചാരിക്കുക. കാരണം അങ്ങനൊരു ക്വാളിറ്റി ദുസ്സംഗം, സത്സംഗം പോലെയല്ല, ഒരു സെൽഫിഷായിട്ടുള്ള ഇത്രയും കാർമിക് ഡെപ്റ്റുള്ള ഒരു സോളിനോടൊപ്പം നിങ്ങൾ ലൈഫ് പങ്കിട്ടാൽ നിങ്ങൾക്കൊരിക്കലും ഉയർച്ച ഉണ്ടാവില്ല. അത് വലിച്ച് താഴ്ത്തത്തേ ഉള്ളൂ. അവരും രക്ഷപ്പെടില്ല. അവർക്കും ഒരു നിലവാരത്തിൽ കൂടുതൽ ഉയരാൻ പറ്റത്തില്ല. നിങ്ങൾക്കുള്ള നിലവാരം കൊണ്ട് നശിച്ച് നിങ്ങൾ ഡ്രെയിനായി താഴെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈശ്വരൻ തരുന്ന ഒരു അനുഗ്രഹമായിട്ട് ജീവിതത്തെ തിരിച്ചറിയാൻ, നിങ്ങളുടെ പർപ്പസിലേക്ക് മുന്നോട്ട് പോകാൻ ബാലൻസായിട്ട് നിൽക്കുന്ന ഡെപ്റ്റ് അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ തരുന്ന ഒരു അനുഗ്രഹമായിട്ട് അതിനെ കണ്ട് ആ വൂണ്ട് ഹീലായി പുറത്ത് വരുമ്പോൾ നിങ്ങളൊരു പുതിയ വ്യക്തിയായി വരികയും ചെയ്യും. നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നത് ഭയങ്കര പാടാണ്. അച്ഛനും അമ്മയും മരിച്ചാൽ പോലും കുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ കുട്ടികൾ ശ്രമിക്കും. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അത്രയും, അതായത് വളരെ ഗാഢമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് അത് പിടിക്കുന്ന പോലെ അതിൽ നിന്ന് തരണം ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. മറ്റ് നിങ്ങളുടെ ഓപ്പോസിറ്റായിട്ട് വന്ന് നിങ്ങളെ തേച്ചിട്ട് പോയെന്ന് പറയുന്നവരൊക്കെ, അല്ലെങ്കിൽ തേച്ചവരെന്ന് പറയുന്നത്, അവരിതുപോലെ പല ഇതിനകത്ത് പോയി പെട്ടിട്ട് ഒരുപാട് ട്രോമകളും ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം മേനകയ്ക്ക് വിശ്വാമിത്രനെ കിട്ടിയപ്പം തൻ്റെ ശാപമോക്ഷത്തിനുള്ള ഒരു ഇടമായി അതിനെ കണ്ടു എന്നുള്ളത് മാത്രമല്ല, വിശ്വാമിത്രൻ മാത്രമേ ഉള്ളൂ അണ്ണാക്ക് വെച്ച് കരഞ്ഞത്. ഒരു സമയത്ത് അത് തിരിച്ചറിയുമ്പോൾ ഇതൊക്കെ ഒരു മായയായിരുന്നെന്നും ഞാൻ പെട്ടുപോയതാണെന്നും തിരിച്ചറിയുമ്പം അങ്ങനെ തോന്നും. അത് കഴിഞ്ഞ് അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. വീണ്ടും വീണ്ടും പുതിയ പുതിയ റിലേഷനിലേക്ക് പോകാനൊക്കെ ഉള്ളൊരിത് വരും. ദയവ് ചെയ്ത് പോകാതിരിക്കുക. പ്രകൃതി വാരി വലിച്ചിട്ട് അടിക്കും, നല്ല അടി കിട്ടും. പ്രകൃതിക്ക് ശ്രീമാത എന്നുള്ള പേര് മാത്രമല്ല, മഹാരാജ്ഞി എന്നുള്ളൊരു പേരുമുണ്ട്. അമ്മയാണ്, മഹാരാജ്ഞിയാണ്, സിംഹാസനേശ്വരിയുമാണ്. അപ്പോൾ സിംഹാസനത്തിലിരിക്കുന്നത് ദണ്ഡിക്കാനും കൂടിയാണ്. അതുകൊണ്ട് നല്ല പൊട്ടിരി കിട്ടും, പ്രകൃതിയിൽ നിന്ന് നല്ല അടി കിട്ടും. എത്ര കിട്ടിയാലും പഠിക്കാത്ത 51 പ്രാവശ്യം ബ്രേക്കപ്പ് കിട്ടിയിട്ട് 51ാമത്തെ ആളിനെ കാണുമ്പോഴും എനിക്ക് സോൾമേറ്റ് ആണെന്നും ട്വിൻ ഫ്ലെയിം ആണെന്നും തോന്നുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഈ ജന്മം ഇങ്ങനെ പോകാനാണ് വിധി. അതല്ലാതെ ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടെങ്കിൽ, ജീവിതത്തിൽ കയറി വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞു പോയ വിഷയങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കുള്ള ഒരു പഠനമായിട്ടും ഒരു നിയോഗമായിട്ടും മനസ്സിലാക്കി ഒരുപാട് പ്രാരാബ്ധങ്ങളെ ഒതുക്കാൻ വേണ്ടി പ്രകൃതിയായി ഒരുക്കി തന്ന ഒരു ട്രെയിനിങ് പീരീഡായിട്ട് മാത്രം കണ്ട് മുന്നോട്ട് പോവുക. ജീവിതം വിജയിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ 5ാം ഭാവാധിപൻ 6ലോ 6ാം ഭാവാധിപൻ 5ലോ നിൽക്കുന്നവർ ഉറപ്പായിട്ടും സൂക്ഷിക്കുക തന്നെ വേണം. മക്കളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠാകുലമായിട്ടുള്ളൊരു മനസ്സായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ പ്രണയം മാത്രമാവണമെന്നില്ല, മക്കളെക്കുറിച്ചും ആയിരിക്കാം. 5ാം ഭാവാധിപൻ 6ലോ 6ാം ഭാവാധിപൻ 5ലോ നിന്ന് കഴിഞ്ഞാൽ മക്കളെക്കുറിച്ചായിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പം സർഗാത്മകമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ജന്മത്തിൽ കിട്ടിയ കഴിവുകളെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ ഉള്ള തടസ്സങ്ങളായിരിക്കും. മനസ്സിലായി? നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ ഉള്ളിലുള്ള ചിലപ്പോൾ മ്യൂസിക്കിനോടായിരിക്കും, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള തടസ്സങ്ങളെ നേരിടേണ്ടി വരും. ബുദ്ധിപരമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചിലപ്പോൾ അത്
നിങ്ങളുടെ ചിന്തയും തർക്കങ്ങളും തമ്മിൽ ചേരാതെ വന്നിട്ട് ചിലപ്പം തർക്കം ഒരു ശത്രുവായി തീരുകയും അത് മാനസിക സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ചിലപ്പം പഠനത്തിലും തർക്കങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം 6-ാം ഭാവാധിപൻ 3-ാം ഭാവമാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തർക്കിച്ചത് കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് ലോജിക്കലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ 5th ഹൗസ് ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡയമെൻഷൻസ് ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ലക്ഷ്യം കുറച്ച് ജെന്യുവിനായിട്ട് ചിന്തിക്കുമ്പം ലോജിക്കൽ കാര്യങ്ങൾ പലപ്പോഴും വർക്ക് ചെയ്യില്ല. തർക്കങ്ങൾ തർക്കിക്കുന്ന വിഷയത്തിൻ്റെ ലക്ഷ്യം മാറി വേറെ വഴിക്ക് ഇത് പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ 5th ഹൗസ് ലോഡ് 6th 6th ഹൗസ് ലോഡ് 5th വന്നാൽ ഈ ഫലങ്ങളൊക്കെ തന്നെ പറയാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6-ാം ഭാവാധിപൻ 6-ൽ നിന്നാലുള്ള ഫലവും കൂടെ നോക്കാം. എന്താ ഈ 6-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുമ്പം ഉള്ളൊരു യോഗമാണ് ഹർഷയോഗം എന്ന് പറയും. അല്ലെങ്കിൽ അതുപോലെ തന്നെ 6th ഹൗസ് ലോഡ് 6th തന്നെ നിൽക്കുക. 8th ഹൗസ് ലോഡ് 6th 6th ഹൗസ് ലോഡ് 8ൽ നിൽക്കുമ്പോൾ വിപരീത രാജയോഗം എന്ന് പറയുക. ശത്രുക്കളെയും രോഗങ്ങളെയും തടസ്സങ്ങളെയും ഒക്കെ നേരിട്ട് അതിനെ അതിജീവിച്ച് ജീവിതത്തിൽ വൻ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പലരുടെയും ജാതകത്തിൽ അഷ്ടമാധിപൻ 6-ലും 6-ാം ഭാവാധിപൻ അഷ്ടമത്തിലും ഒക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വ്യാഴവും കൂടെ കേന്ദ്രത്തിൽ വരണം കേട്ടോ. വ്യാഴവും ലഗ്നാധിപനും കൂടെ കേന്ദ്രത്തിൽ വരണം. ഇല്ലെങ്കിൽ 6-ാം ഭാവാധിപൻ 8-ലും 8-ാം ഭാവാധിപൻ 6-ലും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹർഷയോഗവും വിപരീത രാജയോഗവും എന്നൊക്കെ പറയുമെങ്കിലും പ്രകൃതിയുടെ അനുകൂലാവസ്ഥ ഭയങ്കര കുറവായിരിക്കും. ലഗ്നാധിപനും വ്യാഴവും അനുഗ്രഹിക്കണം അതിന് പ്രധാനമായിട്ടും. അതുകൊണ്ട് തന്നെ ഇവർ സേവന മേഖലകളിലൊക്കെ ഇവർക്ക് പറ്റും. പ്രത്യേകിച്ച് പോലീസ്, പട്ടാളം, വക്കീൽ, ഡോക്ടർ, അതേപോലെ ഈ അസാമാന്യമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ഏരിയകൾ, കർമ്മപരമായിട്ട് അതിജീവിക്കാൻ പറ്റുന്ന ഏരിയകളെ ഇവർക്ക് പറ്റും. അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള മേഖലകളിൽ സ്പിരിച്വാലിറ്റിയും കൂടെ കുറച്ചുണ്ടെങ്കിൽ 6th ഹൗസിലോട് 6th നിൽക്കുമ്പം സ്പിരിച്വാലിറ്റിയും കൂടെ കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 6th ഹൗസിലോട് 6th നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോരാട്ട വീര്യം കൂടും, രോഗപ്രതിരോധ ശേഷി കൂടും, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ ഇവർ മിടുക്കരാവും, കഠിനാധ്വാനങ്ങളും തടസ്സങ്ങളും അതിജീവിക്കാനുള്ള, കഠിനാധ്വാനം ചെയ്യാനും തടസ്സങ്ങളെ അതിജീവിക്കാനുമുള്ള കഴിവുണ്ടാവും. ജോലിയിൽ അർപ്പണബോധമുള്ളവരായിരിക്കും. ശത്രുക്കളെ ഒന്നും ഭയമുണ്ടാകാത്തൊന്നുമില്ല. സാഹചര്യങ്ങളെയൊക്കെ എന്ത് വന്നാലും ഫേസ് ചെയ്യാം എന്നുള്ളൊരു കഴിവും ഇവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് 6-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുന്നത്. ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണെന്നറിയാമല്ലോ. ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നത് പൊതുവേ നല്ലതാണ്. ഭാവത്തിനും തൽപ്പതിക്കും കാരകാഖ്യ ഗ്രഹത്തിനും 3 പേർക്കും ബലമുണ്ടെങ്കിൽ ആ ഭാവബലം അനുഭവിക്കും എന്നാണ്. അപ്പം 6-ാം ഭാവത്തിൻ്റെ കാരകനും ഭാവത്തിൽ നിൽക്കുന്നവനും ഭാവത്തിനും തൽപ്പതിക്കും, ഭാവത്തിൽ ഭാവാധിപൻ തന്നെ നിൽക്കുമ്പം ഭാവാധിപനും ആ തൽപ്പതിയും ഭാവവും ഏകദേശമായി. അപ്പോൾ ചൊവ്വയും ശനിയും കൂടെ ഏകദേശം ബലപ്പെട്ട് കഴിഞ്ഞാൽ ഭാവത്തിൻ്റെ ഗുണമെല്ലാം വരുമല്ലോ. അപ്പോൾ ഇവിടെ 6-ാം ഭാവാധിപൻ 6-ൽ തന്നെ നിൽക്കുന്നത് അത് നന്നായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നോക്കണം. അത് മൃത്യുഭാഗയിലോ അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ മൃത്യുഭാഗയിലോ വല്ലതും ആണോ നിൽക്കുന്നതെന്ന് നോക്കണം. അതോ പുഷ്കരഭാഗയിലാണോ നിൽക്കുന്നതെന്നൊക്കെ തന്നെ നോക്കണം. നിൽക്കുന്ന രാശിക്ക് അഷ്ടവർഗം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കണം. ദൃഢഫലം നോക്കുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം ഭാവബലങ്ങളൊക്കെ തന്നെ നോക്കണം. ഒരിടത്ത് നിൽക്കുന്നതുകൊണ്ട് സ്വക്ഷേത്രമാണ് എന്നുകൊണ്ട് മാത്രം അത് ഗുണഫലം തരണമെന്നില്ല. അത് മൃത്യുഭാഗയിലാണോ അതോ പുഷ്കരഭാഗയിലാണോ നോക്കണം. ഓരോ ഗ്രഹങ്ങൾക്കും മൃത്യുഭാഗയും പുഷ്കരഭാഗയും പറയുന്നുണ്ട്. അതാണോ നോക്കണം. നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ ബലം നോക്കണം. നക്ഷത്രത്തിൻ്റെ മൃത്യുഭാഗയിലോ വല്ലതും ആണോ നിൽക്കുന്നത് നോക്കണം. ഒരു 6-ാം ഭാവാധിപൻ 6-ൽ തന്നെ നിൽക്കുമ്പോൾ ഗണ്ഡാന്തത്തിലാണോ നിൽക്കുന്നത് നോക്കണം. അതേപോലെ 6-ാം ഭാവാധിപൻ 6-ൽ തന്നെ നിൽക്കുമ്പോൾ അംശിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കണം. അങ്ങനെ അനവധി വിഷയങ്ങൾ. അഷ്ടവർഗം നോക്കണം. അഷ്ടവർഗമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അഷ്ടവർഗ ബലം നോക്കേണ്ടതാണ്. പൂർവാചാര്യന്മാർ തന്നെ അതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. വർഗ്ഗബലങ്ങളും പലതുണ്ട്. ഷഡ്ബലം നോക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു കാര്യമാണ് ഷഡ്ബലം.
അതായത് ഷഡ്ബലത്തിൽ ഏറ്റവും കൂടുതൽ ബലമുള്ള ഗ്രഹത്തിൻ്റെ ക്യാരക്ടർ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ എവിഡൻ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് അവസാനം ആ ഫലത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യണം. ഇതൊക്കെ ഒരു പൊതുഫലമായിട്ട് കണ്ട് ഞാൻ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പല വിഷയങ്ങൾ ഓരോ വിഷയങ്ങൾ പറയുമ്പം അതിനകത്തിന് കണക്ട് ചെയ്ത് അനവധി വിഷയങ്ങൾ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കാനും അന്വേഷിക്കാനും വേണ്ടിയാണ്. ഇത് കേട്ടിട്ട് ഒരു രസം പോലെ കേട്ടിട്ട് കളഞ്ഞ് നാളെ പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ ഇതൊക്കെ മറക്കും. ഇത് നോട്ട് എഴുതി വെച്ച് മറ്റു പല ഗ്രന്ഥങ്ങളും നോക്കി അഷ്ടവർഗങ്ങളുടെയും മറ്റു വർഗബലത്തിൻ്റെയൊക്കെ ഫലങ്ങൾ നോക്കി ഇതൊക്കെ നോക്കി പഠിക്കുക എന്ന് പറയുന്നൊരു സബരിയാണ്. കുറേ സമയം എടുക്കും അതിന്. ആ ക്ഷമയോടുകൂടി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉറപ്പായിട്ടും സ്കിൽഡ് ആവുകയും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അല്ലാതെ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടൊരു രസത്തിന് കണ്ടും കേട്ടുമൊക്കെ പോയാൽ അതിന് ഇത്ര നോളജേ ഉണ്ടാവത്തുള്ളൂ. അതും നല്ലതാണ്, ചെയ്തോളുക. പക്ഷേ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സീരിയസ് ആയിട്ട് എല്ലാവരും പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹവും. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾക്കൊരു തുടക്കം പോലെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പം ഈ വീഡിയോയുടെ ലെങ്ത് കൂടി. അപ്പം നമുക്ക് 6th ഹൗസിലോട് 7th ഹൗസിലുള്ള ഫലം അടുത്ത ക്ലാസ്സിൽ നോക്കിയാലോ? അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.